ആയിട്ട് നമ്മുടെ വിളിപ്രഡവന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിന്നൊരു അടിപൊളി വണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനോ വന്നേക്കണേ. നമ്മുടെ EV സ്കൂട്ടറാണ്. റിവറിന്റെ നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചർ ആയിട്ടുള്ള കമ്പനിയാണ് കേട്ടോ റിവർ. 2021 റിവർ എന്ന കമ്പനി ബാംഗ്ലൂരിൽ സ്ഥാപിക്കപ്പെടുന്നത്. അവരെ ഏറ്റവും ആദ്യത്തെ വണ്ടിയാണിത്. ഇൻഡി എന്നാണ് ഈ വണ്ടി അറിയപ്പെടുന്നത്. ആക്ച്വലി ഈ വണ്ടി നമുക്ക് ഇവിടെ ഇന്ത്യൻ സ്കൂട്ടറുകളുടെ രാജാവ് എന്ന് പറയാം. SUV എന്ന് നമുക്കിതിനെ പറയാം. അതുപോലെ തന്നെ ഇന്ത്യൻ ഓഫർ റേഞ്ച് പറഞ്ഞേക്കണം 161 കിലോമീറ്ററാണ്, 161 കിലോമീറ്ററാണ് ഫുൾ ചാർജിൽ റേഞ്ച് പറഞ്ഞേക്കണം നമ്മളോട്. ബട്ട് അത് പ്രാക്ടിക്കലി ഒരു 120 റേഞ്ചാണ് നമ്മളോട് പറയണത്. അതുപോലെ തന്നെ 90 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. 3 മോഡൽ വരുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ആ 3 മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ, റൈഡ്, റഷ്. ഈ റഷ് മോഡലിലാണ് നമുക്ക് ടോപ്പ് സ്പീഡ് 90 km/h പോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 6.7 kW നമുക്ക് മിഡ് ഡ്രൈവ് മോട്ടർ വരുന്നത് കേട്ടോ. 9 bhp ആണ് മിഡ് ഡ്രൈവ് മോട്ടർ എന്ന് പറയുന്നത്. ബാറ്ററി നമുക്ക് 4 kW വരുന്നത്. ക്ലെയിം വേണത് IDC റേഞ്ച് 161 km നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ചാർജിങ് ടൈം നമുക്കൊരു 0 to 80% ചാർജിങ് ടൈം വരുന്നത് 5 hours ആണ്. ഇതാണ് നമുക്ക് നോർമലുള്ള ഡീറ്റെയിൽ. ഇനി ജസ്റ്റ് നമുക്ക് വണ്ടിയുടെ നോർമൽ കാര്യങ്ങൾ നോക്കാം. ഒരു കാര്യം കൂടി പറയാം, ഇതിൻ്റെ 5 കളറിലാണ് കേട്ടോ ഈ വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കയ്യിൽ കിട്ടിയേക്കുന്നത് യെല്ലോ കളറാണ്. ഈ വണ്ടി ആകെ ഒരു മോഡലുള്ളൂ, ആകെ പല വേരിയൻ്റ് ഇല്ല, ആകെ ഒരു വേരിയൻ്റ് ഉള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. നല്ലൊരു കാണാൻ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ മറ്റുള്ള എല്ലാ കമ്പനികളുടെ പേര് ഞാൻ പറയുന്നില്ല, ഏറ്റവും കമ്പനികൾ ഏത് കമ്പനി ചോദിക്കാലും ഈ ഒരു മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതായത് ആരുടേതും കോപ്പി അടിക്കാത്ത ഒരു ഡിസൈനാണ് കേട്ടോ അത്. അത് നമുക്ക് ഒരു ഗ്യാസിന്റെ കുറ്റി പോലും, ഒരു സിലിണ്ടർ പോലും നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അത് തന്നെ സ്പേസ് ഞാൻ പറഞ്ഞു തുടങ്ങാം കേട്ടോ. അതാണ് ഈ വണ്ടിയുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ലുക്ക് ഒരു 1.5 ലുക്കാണ് കേട്ടോ റിവർ. കണ്ടോ ടയറിലേക്കൊക്കെ നമുക്ക് വരാം. 2 ലൈറ്റ് കൊടുത്തിട്ട് 1.5 ലുക്ക് തന്നെയാണ്. അപ്പൊ സ്പേസ് ആദ്യം പറയാം, ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റിന്റെ ഉള്ളിൽ 43 ലിറ്റർ ആണ് കേട്ടോ സീറ്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് സാധനങ്ങൾ ഈ സീറ്റിന്റെ ഉള്ളിൽ കൊള്ളൂ കേട്ടോ. ഞാൻ തുറന്നു. ഇവിടെയാണ് നമുക്ക് ഇതിന്റെ സീറ്റ് തുറക്കണത് വരുന്നത് കേട്ടോ. അവിടെ തുറന്നു കഴിഞ്ഞാൽ കണ്ടോ ഒരുപാട് സ്ഥലമുണ്ട്. ഞാൻ പൊക്കി കാണിച്ചു തരാം. ഇത് വണ്ടിയുടെ കിറ്റാണ് വരുന്നത്. വണ്ടിയുടെ ചാർജറും കാര്യങ്ങളും കൊണ്ട് ഇവിടെ മിറർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഡിക്കി ലാമ്പ് വെച്ചിട്ടുണ്ട്, ബൂട്ട് സ്പേസ് ലാമ്പ് വെച്ചിട്ടുണ്ട്. കണ്ടോ ഇവിടെ നമുക്ക് നമ്മുടെ സ്പാൻഡ്രോൾ കിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് മാത്രം നമ്മുടെ തീർന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മാത്രം പിന്നെ ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട്. കണ്ടോ ഗ്ലൗ ബോക്സ് ആണ്. ഗ്ലൗ ബോക്സിൽ നമുക്ക് 12 ലിറ്റർ ആണ് കേട്ടോ ഗ്ലൗ ബോക്സ്. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഫോൺ വെക്കാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 സ്പേസ് നമ്മൾ കണ്ടു. ഒന്ന് നമുക്ക് ഇവിടെ ഒരുപാട് സ്പേസ് വെച്ചിട്ടുണ്ട്, സീറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, ഇതിന്റെ ഉള്ളിൽ നമുക്ക് തുറന്നിട്ട് വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഹോൾഡർ ഉണ്ട്. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കി ആക്കിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് അടിപൊളി കേട്ടോ. ഇതിങ്ങനെ ഒരു ഓപ്ഷനാണ് കണ്ടോ. ഇവിടെ നമുക്ക് നോക്കിയിടാം. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് എത്ര നല്ല ഹൈറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് സാധനങ്ങളോടെ വെക്കുമ്പോൾ അപ്പോൾ ഇത്തിരി ഒരു 6 അടിയുടെ മേലെ, ഞാനൊരു 5'10" ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള കാരണോട് നമുക്ക് ഇങ്ങനെ വെക്കുന്നതിന് പകരം ഇവിടെ 2 ഇങ്ങനെ തുറക്കുന്നുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. വേണ്ട ഓക്കെ. അപ്പം എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ കാല് വെച്ചിട്ട്, കാര്യം ഇവിടെ ഫുൾ ലഗേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കാല് വയ്ക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി കമ്പനി കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അതങ്ങനെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബാക്കിലിരിക്കുന്നവർക്ക് നല്ല കംഫർട്ടബിൾ സീറ്റാണ് കേട്ടോ. സീറ്റിന്റെ സൈസ് കണ്ടില്ലേ. അപ്പോൾ ബാക്കിലിരിക്കുന്നവർക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ആയിട്ടിരിക്കുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിലിരിക്കുന്നവർക്ക് ഇതൊക്കെ നമുക്ക് ലഗേജ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 2 സൈഡ് വെച്ചിരിക്കുന്നത്. ലഗേജ് ട്രേ വരുന്നുണ്ട്, സെപ്പറേറ്റ് ബോക്സ് വരുന്നുണ്ട്. അതൊക്കെ കമ്പനി ആക്സസറീസ് ആണ്, നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം. പിന്നെ ഇവിടെ നമുക്ക് ലഗേജും വെക്കാനായിട്ടുള്ള ഒരു ട്രേ ഇവിടെയും വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഇവിടെ ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ പിള്ളേരിലൊക്കെ ബാക്കിൽ വെക്കുന്ന പോലെ ബാക്ക് റെസ്റ്റും വരുന്നുണ്ട്, കമ്പനി തന്നെ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. അതൊക്കെ ആക്സസറീസ് ആണ്. ഇനി വണ്ടിയുടെ ടയറിലേക്ക് പരിചയപ്പെടാം. അത് 2 ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് ഡിമ്മും ഒന്നും ബ്രൈറ്റ് ആണ് വരുന്നത്. നല്ല വലിയ സൈസ് MRFന്റെ ടയറാണ് കേട്ടോ അവർ നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടോ അത് 110/70/14 ടയറാണ് തന്നേക്കണേ. 110/70/14 ഫ്രണ്ട് ടയർ. അതും നമുക്ക് ഡിസ്ക് ബ്രേക്കോട് കൂടിയിട്ടാണ് വന്നേക്കണേ. പിന്നെ നമുക്ക് 2 ടെലിസ്കോപ്പിക് ഫോർക്ക് വന്നിട്ടുണ്ട് കേട്ടോ.
ഇവിടുത്തെ നമ്മൾ ടയർ നോക്കുമ്പോൾ 120/70/14 വരുന്നത് കേട്ടോ. 120/70/14 വരുന്നത് ഇവിടുത്തെ സൈസ്. ഇവിടെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് തന്നേക്കണം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ബെൽറ്റ് ഡ്രൈവ് അല്ല, ഇത് നമുക്ക് ചെയിൻ ഡ്രൈവ് ആണ് കേട്ടോ. കണ്ടോ, ചെയിനാണ് ഇവിടെ വരുന്നത്. അത് പലരും പല വീഡിയോയിൽ ഞാൻ പറയണ കേട്ടിട്ടില്ല, അത് ഞാൻ നോക്കി കണ്ടുപിടിച്ചാണ് കേട്ടോ. അപ്പോൾ ചെയിൻ ഡ്രൈവ് വരുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് പ്രശ്നം കാര്യങ്ങളില്ല, നമ്മൾ ഓടിക്കുന്ന വണ്ടികൾ കൂടുതലും ചെയിൻ ഡ്രൈവ് അല്ലേ. ഇതാണ് നമുക്ക് വരുന്നത് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, അത് കാരണം ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്യണേ. അപ്പോൾ ഇതിന്റെ ബാക്കിൽ അതുപോലെ നമുക്ക് LED ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ നമ്മുടെ ബൈക്കിലൊക്കെ വരുന്ന പോലെ പ്രൊജക്ഷൻ ടൈപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഫ്രണ്ടിലും അങ്ങനെ 2 ഇൻഡിക്കേറ്റർ വരുന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി വണ്ടിയുടെ കൺട്രോൾസ് കൂടി നോക്കാം. കൺട്രോൾസ് എന്ന് പറയുമ്പോൾ കോമൺ നമ്മൾ ഇന്നും ആസ് യൂഷ്വൽ പറയുന്ന പോലെ നമ്മുടെ സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമാണ് വണ്ടി ഓൺ ആവുള്ളൂ. കീ ഇടുന്ന ഭാഗം ഇതാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ തന്നെ മീറ്റർ കൺസോൾ ഓണായി. ഇതിൽ ടച്ച് ഒന്നല്ല, പക്ഷെ നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഏത് വെളിച്ചത്തിൽ വേണമെങ്കിലും ഈ സാധനം അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് 3 ഇതിൽ നമുക്ക് km/h എത്ര സ്പീഡിലാണ് പോകണമെന്ന് കാണിക്കും. ഇപ്പോൾ വണ്ടിയിൽ ചാർജ് ആണ് കാണിക്കുന്നത് 80%. ദെൻ ഇപ്പൊ കിലോമീറ്റർ എത്ര റേഞ്ചിന് വണ്ടി ഓടാം, അത് നമ്മൾ 3 മോഡിനെ അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ ട്രിപ്പ് ഇതൊക്കെയാണ്. അതായത് ഇതിൽ മെയിൻ ആയിട്ട് കണ്ടോ, ഇവിടെ നമുക്ക് ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാര്യം കണ്ടോ, ട്രിപ്പ് മാറണുണ്ടോ, കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ്. അപ്പൊ ഇതിന്റെ 3 മോഡ്. ഇതിപ്പോ റൈഡ് മോഡിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ സ്വിച്ചുകൾ പറഞ്ഞുതരാം. ഇത് പാർക്കിംഗ് ആണ്. നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ പാർക്കിംഗ് എംബ്ലം കാണിക്കും കേട്ടോ. വണ്ടി ഓണാക്കാം കാണിക്കും. ഓക്കെ കാണിക്കും. ഇതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ബ്രേക്ക് പിടിച്ചിട്ട് വേണം ഇതിങ്ങനെ അടിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ സൗണ്ട് കേട്ടില്ല. ഇപ്പൊ വണ്ടി ഓണായി കണ്ടോ, നീങ്ങനെ കണ്ടോ, ഓണായി. സൈഡിലേക്ക് ആക്കാം കേട്ടോ, ഓണായി. അപ്പോൾ ഇത് തന്നെ വീണ്ടും കൂടെ ആക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി കേട്ടോ അർത്ഥം. വണ്ടി ഓൺ ഓഫ്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ അടിയിൽ വരുന്നതാണ് മോഡ് ചേഞ്ച് ചെയ്യുന്നത്. ഇത് നമുക്ക് ഓൺ ആയതിനു ശേഷമാണ് ഇതിൽ കാണിക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തട്ടി വിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ബാക്കിലോട്ട് തട്ടാം. അതായത് കണ്ടോ, റഷ് മഴ വരുന്നുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ്, നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഴ വന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ മഴ ജസ്റ്റ് ഇതാണ്. ആ 3 മോഡൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത്ര മഴ പെയ്തിട്ട് നമ്മുടെ സ്ക്രീനിലൊക്കെ നിറച്ച് മഴയാണ് കേട്ടോ. പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാൻ പറ്റി, മഴയാണ്. എന്നിട്ട് പോലും അത്ര ക്ലിയർ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇതിപ്പോൾ റഷ് മോഡലാണ് കിടക്കണേ. ഇതിൽ നമ്മളിങ്ങനെ ബാക്കിലോട്ട് അത് തന്നെ വണ്ടി നിന്ന് ആ ഒരു ബീപ്പ് നോയ്സ് കേട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായിട്ടോ പോകണോ. ഓക്കെ, നല്ല പുള്ളിങ് പവറാണ്. ഞാൻ നല്ല കയറ്റത്താണ് നിൽക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞങ്ങൾ 2 പേര് വെച്ചിട്ടും വണ്ടി കയറി എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ സൈഡ് സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാറും കേട്ടോ. കേട്ടോ, റഷ് എന്ന് പറഞ്ഞാൽ ടോപ്പ്, എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മോഡാണ് കേട്ടോ. വണ്ടി ഒരു 50 km/h ഒക്കെ മാക്സിമം പോവുള്ളൂ. അപ്പോൾ നമുക്ക് റേഞ്ച് ഒരു 82 km ആണ് ടോപ്പ് കിട്ടുന്നത്. ചാർജ് ഒരു 80% ഇപ്പോൾ വണ്ടിക്ക് കറന്റ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ എക്കോ മോഡ് മാറ്റി റൈഡ് മോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 69 km ആണ് റേഞ്ച് നമുക്ക് കിട്ടുള്ളൂ. അതായത് അത്യാവശ്യം കുറച്ച് സ്പീഡുള്ള മോഡലാണെന്ന് അതിൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ വീണ്ടും റഷ് മോഡ്, അതാണ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഈ റഷ് മോഡിലേക്ക് ഈ വണ്ടി നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 61 km കുറഞ്ഞു. അത് അത്ര പവർ, അതായത് നമുക്ക് ഇതിലൊരു 90 ആണ് ഇതിൽ ടോപ്പ് സ്പീഡ് പറയുന്നത്. 90 km/h ആണ് കേട്ടോ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീണ് കഴിഞ്ഞാലും ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഇത് മേടിക്കുമ്പോൾ ഇത് കൂടെ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ട്രേ വെക്കാൻ വേണ്ടിയിട്ട്, പാർസൽ ബോക്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്സറി നമുക്ക് മേടിക്കാൻ, സെപ്പറേറ്റ് ആക്സറീസ് ആണ്, അത് നമുക്ക് മേടിക്കാൻ കിട്ടും. ബോക്സ് വേണമെങ്കിൽ മാത്രം. ഇത് നമുക്ക് വണ്ടിയുടെ ഒപ്പം തന്നെ ഇപ്പൊ കിട്ടുന്നുണ്ട്. കറന്റ് നാളെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് ഇങ്ങനെ മറഞ്ഞാലും ഈ ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട്, ഈ ഒരു കമ്പി കണ്ടോ, ഇതിലൊക്കെ ഉള്ള കാരണം കൊണ്ട് വണ്ടിയുടെ ബോഡിയിലേക്ക് ഒന്നും കാര്യമായിട്ട് പറ്റില്ല കേട്ടോ. റിവർ എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത്. വണ്ടിയുടെ ടയറൊക്കെ നല്ല സൈസുള്ള ടയറാണ്, നല്ല ക്വാളിറ്റിയാണ്. അതിനുപരി ഇതിന്റെ സ്പേസ് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിയിൽ നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്കൊന്ന് കൺസിഡർ ചെയ്യാം. നിങ്ങൾ മറ്റുള്ള കമ്പനികളുടെ വണ്ടികൾ ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കാം. കാരണം ഇപ്പോൾ ഒരു 1.5 ലക്ഷം എന്നാണ്, 1,59,000 ആണ് കേട്ടോ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയണേ. ഞാൻ ഡീറ്റെയിൽ ഇടുന്നുണ്ട്. ഇതിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഇത്തിരി വരും. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എത്ര നാളാവും എന്ന് എനിക്കറിയില്ല. അപ്പം അതിനനുസരിച്ച് ഇതിൽ ചേഞ്ചസ് കാര്യങ്ങളും ഒരുപാട് വരും. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് പ്രൈസിൽ
ചിലപ്പോൾ കൂടെ തന്നെ ഉള്ളൂ, കുറയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ഒരുവിധ എല്ലാ കാര്യങ്ങളും കമ്പനി തന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മിറർ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, സീറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് മിറർ, അതൊക്കെ കമ്പനി ഉള്ളതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇനിയിപ്പോൾ ഇതിന് എനിക്ക് ചെറിയൊരു ഡ്രോബാക്സ് ഒക്കെ തോന്നിയത്, ഇതിൻ്റെ മോഡ് മാറ്റുന്ന സ്വിച്ച് ഇല്ലേ കണ്ടോ, അത് കുറച്ചൊരു ക്വാളിറ്റി കുറവ് പോലെ തോന്നുന്നുണ്ട്. കണ്ടോ, സൂം അവിടെ കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ കണ്ടോ, അതിൻ്റെ ഉള്ളിലൊരു ഗ്യാപ്പൊക്കെ കണ്ടോ, അത് ഇത്തിരി ക്വാളിറ്റി കുറവ് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ സ്വിച്ചൊക്കെ നല്ല ക്വാളിറ്റി സ്വിച്ചാണ് കേട്ടോ, നല്ല ക്വാളിറ്റി സ്വിച്ചാണ്. ഇതും കുഴപ്പമൊന്നുമില്ല, ഈ സ്വിച്ചുകളൊന്നും കുഴപ്പം. ഇത് ബ്രൈറ്റ്, ഡിമ്മ്, പിന്നെ ഇൻഡിക്കേറ്റർ, നമുക്കറിയാലോ ഇത് ഓണൊക്കെ നല്ല അടിപൊളി ഓണാണ് കേട്ടോ. കണ്ടോ ഓണ്. അതുപോലെ തന്നെ ഇത് പാർക്കിങ്, അതുപോലെ ഇത് സ്റ്റാർട്ട് ആക്കുന്നതാണ് കേട്ടോ. ഇത് സ്റ്റാർട്ട് ആക്കുന്നത് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ ബ്രേക്ക് പിടിക്കണം, ലെഫ്റ്റോ റൈറ്റോ ബ്രേക്ക് പിടിച്ചതിന് ശേഷം ഇത് അടിയിലേക്ക് പ്രസ് ചെയ്താൽ മാത്രമായിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ഓക്കെ, ഇതുപോലെ ഇത് മോഡാണ്. ഈ മോഡിന്റെ സ്വിച്ചിന്റെ ക്വാളിറ്റി എനിക്ക് ഇത്തിരി പ്രോബ്ലം ആയിട്ട് തോന്നി. പിന്നെ ഇതിൽ ഒരുപാട് മാപ്പോ അങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ ആപ്പ് ഉണ്ട്. ആപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ആപ്പ് ജസ്റ്റ് റിവർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ടാവും. അപ്പൊ ഇതിൽ ഒരുപാട് ഫങ്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഈ സാധനം ടച്ചും അല്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഈ സാധനം ഒരിക്കലും കംപ്ലൈന്റ് ആവില്ല. അത് ശരിക്കും അങ്ങനെയാണ്. അതായത് ഒരുപാട് ഫങ്ഷൻസും ഈ ടച്ചും അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ നിന്നാണൊന്നും നിൽക്കില്ല. അപ്പോൾ ഇതേപോലെ അത്യാവശ്യം കാണാനായിട്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഈ സാധനത്തിലുണ്ട്. എന്ന് വെച്ചാൽ ടച്ചും അല്ല, അത് കാരണം കൊണ്ട് ഇത് കംപ്ലൈന്റ് വരാൻ ചാൻസ് കുറവാണ്. പിന്നെ ഈ സ്വിച്ചുകളൊക്കെ എനിക്ക് പ്രസ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോഴേക്കാണ് കണ്ടോ ഇവിടെ 5.1 കണ്ടോ, നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോഴാണ് അതങ്ങനെയൊക്കെ വരുന്നത്. അതെനിക്ക് തോന്നുന്നു സ്ലീപ്പ് മോഡൊക്കെ ഓണായിട്ടില്ലോ ഈശ്വരാ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു അത് സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കുന്നതാവും, അങ്ങനെയൊന്ന് വിചാരിക്കുന്നു. നമുക്കിനി വഴിയെ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇത് അറിയാൻ പറ്റും, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വണ്ടി മൊത്തത്തിൽ എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത്. അങ്ങനെ കുറച്ച് സ്വിച്ചിന്റെ കാര്യത്തിൽ കുറച്ച് ക്വാളിറ്റിയുടെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ ഞാൻ വേറൊരു നല്ല പരിപാടി കണ്ടത്, രണ്ടും അലോയാണ്, അതൊന്നും സെപ്പറേറ്റ് എടുത്ത് പറയണില്ല. വേറെ സംഭവം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാർജ് ചെയ്യുന്ന എയർ അടിക്കുന്ന ഇതില്ലേ, ഈ എയർ അടിക്കുന്ന ഈ സംഭവത്തിൽ നമ്മുടെ ഒരുവിധം എല്ലാ വണ്ടികൾക്കും ഇതിങ്ങനെ നേരെയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ, ആരും കുറ്റമൊന്നും പറയേണ്ട. കാരണം അത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ എയറിൽ പമ്പിലോ നമ്മുടെ വീട്ടിലായ പോലും നമ്മുടെ കൺവെർട്ടറിലൊക്കെ നമ്മൾ എയർ അടിക്കുന്ന സമയത്ത് ഈ സാധനം ചെരിച്ച് വെച്ച് കൊടുക്കണതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് എയർ അടിക്കാനായിട്ട്. മറ്റേത് ചില ഓസിലും ചില നോസിലും നമുക്ക് ഇവിടെ ഇതുമ്പോൾ തട്ടിയിട്ട് നമുക്ക് നേരെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ട് ഇതുമ്പോൾ തട്ടിയിട്ട്. അപ്പം നമുക്ക് ശരിക്ക് നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഇവിടുന്ന് തന്നെ പോയിട്ട് ഇങ്ങനെ നമുക്ക് തിരിച്ച് കയറ്റാനും ഓഫ് ആക്കാനും ഊരാനും എല്ലാ കാര്യങ്ങൾക്കും പറ്റും. അപ്പോൾ ഇത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ, അങ്ങനെ സൈഡിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ LED കത്തി നിൽക്കുന്നുണ്ട്, ചുറ്റോരം LED കത്തി നിൽക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കമ്പനിയാണ്, എല്ലാ കാര്യങ്ങളും വണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടയറുകൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല വലിയ സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലൊരു കയറ്റം കയറി നോക്കി, വണ്ടിക്ക് ഒരു ക്ഷീണമില്ല കേട്ടോ, വണ്ടി അടിപൊളിയായിട്ടാണ് കയറുന്നത് കേട്ടോ. ആ ലൈറ്റ് കത്തിക്ക് നോക്കി, ആ നൈറ്റ് ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ 2 റിഫ്ലക്ടർ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ഹാൻഡില് എനിക്ക് ഓടിക്കുമ്പോൾ ചെറിയൊരു ഇവിടെ എന്താ പറയുക, ചെറിയൊരു അടി വരുന്ന പോലെ ചെറിയൊരു ഫീല് ഉണ്ടായി, അതെനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു വട്ടം എനിക്ക് തോന്നിയുള്ളൂ, അപ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഇതിൻ്റെ ഈ ചാർജ് ചെയ്യണ സംഭവം ഇവിടെയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തന്നില്ല എന്ന് തോന്നുന്നു അല്ലേ. ഇതിങ്ങനെ നമ്മൾ ചാവി ഇവിടെ നിന്ന് ഊരിയിട്ട് കീ ഊരിയിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് കീ ഇവിടെ നിന്ന് ഊരിയെടുക്കുക. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. കീ അവിടെ നിന്ന് ഊരി കീ ഇവിടെ തുറന്ന് പിന്നെ ഇതിൻ്റെ ഉള്ളില്ല, പിന്നെ കീ ഇവിടെ തന്നെ വെച്ചോ. അതിൻ്റെ ഇവിടെ കണ്ടോ ഒരു പ്രസ് ചെയ്യുന്ന സംഭവം കണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് ഇവിടെ ഓപ്പൺ ആവട്ടെ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യണ സംഭവം കണ്ടോ, ഇവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യണ സംഭവം കേട്ടോ. 5 മണിക്കൂറാണ് കമ്പനി ഇതിന്റെ ഫുൾ ചാർജ് പറയുന്നത് കേട്ടോ. 5 മണിക്കൂറാണ് കമ്പനി 0 to 100% ചാർജ് ഈ വണ്ടിക്ക് പറയണത്. അപ്പോൾ അത് കീ അവിടെ നിന്ന് എടുത്ത് ഇത് തുറന്ന് ഇതിന്റെ ഉള്ളില് അത് പിടിച്ച് വലിച്ചാലാണ് തുറക്കുള്ളൂ. അതെനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. ഓക്കെ, എനിവേ ഇതാണ്. പിന്നെ ഡിക്കിയുടെ ഉള്ളിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്, സീറ്റിന്റെ ഉള്ളിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ട് കാര്യങ്ങൾ പോലും കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ.